പപ്പ വളരെ വലിയ തീയിട്ടു. ഞാനത് കേട്ടപ്പോഴേ നമ്മൾ ഇടിവാള കേട്ടതുപോലെ നിൽക്കുക. ഈ വിഷയത്തിൽ ഒരു പക്ഷേ വില്ലേജ് ഓഫീസർ ചെയ്തു കൊടുത്തിരുന്നു എങ്കിൽ അയാൾക്ക് മറ്റൊരു ദുരന്തം സംഭവിക്കുമായിരുന്നു. സർക്കാർ ഭൂമി പതിച്ചു കൊടുത്തു എന്ന പേരിൽ പ്രതിസ്ഥാനത്താകുകയും അയാൾ അച്ചടക്ക നടപടിയൊക്കെ നേരിടേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ഇത്തരം സാംകുട്ടിമാർ കേരളത്തിലുടനീളമുണ്ട്. അപ്പോൾ ഈ സാംകുട്ടിമാരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഒരു ബ്യൂറോക്രസിയും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജോലി പോകുമെന്ന് വിചാരിച്ച് കൈക്കൂലി വാങ്ങാതിരിക്കുന്നില്ലല്ലോ ആ സ്വഭാവമുള്ളവർ. അവർ വാങ്ങുന്നുണ്ട് യഥേഷ്ടം, പക്ഷെ അവർക്ക് ജോലി പോകുന്ന ഒരു പ്രശ്നമല്ല. ഇവർക്ക് ഇവരുടെ തിരക്കുകളോ ഇവരുടെ മേലധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവാം. ഇതൊന്നും വരുന്ന പൗരനോട് പറയാനുള്ള ന്യായമല്ല. പഴയ റെക്കോർഡ് നോക്കിയിട്ട് മുൻ സർവേയിൽ എന്ത് കിടക്കുന്നു അത് എഴുതി വെച്ചിട്ട് അവർ കളഞ്ഞിട്ട് പോകും. ഇതാണ് ഈ അപാകത്തിന് വരുന്നതിന് കാരണം. പറയൂ, ആർക്കെങ്കിലും അനുഭവമുള്ളവർ ഒന്ന് പറയൂ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ 4 സെന്റ് സ്ഥലവും വീടും റീസർവ് വന്നപ്പോൾ അപ്പുറത്തൊരുത്ത ഒരാളുടെ പേരിലാണ് ആയിപ്പോയത്. അത് തിരുത്തിയെടുക്കാൻ വേണ്ടി 12 കൊല്ലം അവൻ നടക്കേണ്ടി വന്നു. ഈ അടുത്ത കാലത്ത് 6 മാസത്തിന് മുമ്പെയാണ് അത് മാറ്റി കിട്ടിയത്. ഇതൊക്കെയാണ് വില്ലേജ് ഓഫീസിൽ നടക്കുന്നത്. യഥാർത്ഥം ചെയ്യേണ്ട ജോലി ആൺപാർത്തതയോടെ ചെയ്യില്ല. അവരെന്തെങ്കിലും കിമ്പളെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ അടവും കാണിക്കും. ഇതെന്ന് പറഞ്ഞാൽ 100% വില്ലേജ് ഓഫീസറിൻ്റെ തെറ്റ് തന്നെയാണ്. അങ്ങനെ കറക്റ്റായിട്ട് റിപ്പോർട്ട് അഡീഷണൽ ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നു. പോയിട്ട് വാ, നാളെ വാ, വെയിറ്റ് ചെയ്യ്, ഈ 3 വാക്കും വില്ലേജ് ഓഫീസിൻ്റെ സ്ഥിരം പല്ലവിയാണ്. അവിടെ സ്വാധീനവും പണവും ഇല്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല. പല അനുഭവങ്ങളും ഉണ്ട്. പിന്നെ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്യണ ഈ രജിസ്റ്റാറുടെ ഇതിൽ എഴുതുന്ന ആൾക്കാർ, പ്രമാണം എഴുതുന്ന ആൾക്കാരെ സ്വാധീനിച്ച്, അതായത് പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ സ്ത്രീകളാണെങ്കിൽ പോലും നമ്മൾ അവരെ കണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങണ ഒരു സ്വഭാവമുണ്ട്. പിന്നെ സ്ത്രീകളടുത്ത് ചെറുതായിട്ടെങ്കിലും ഒരു ശകലം ഇതുള്ള വില്ലേജ് ഓഫീസർമാരാണെങ്കിൽ നിൽക്കുന്നവരുന്ന് ആദ്യം ഇങ്ങ് വന്ന് വിളിച്ച് വാങ്ങുന്ന സ്വഭാവമുണ്ട്. പല കാര്യങ്ങൾ എനിക്കറിയാമെന്നുള്ളതാണ് കാര്യം. ഞാനൊരു ADS ചെയർപേഴ്സണലായിട്ട് ഒരു വാർഡിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പല സംഭവങ്ങളും ഈ കാശിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അത് കാശ് സ്ത്രീകളെ നിന്നാണെങ്കിലും വാങ്ങിക്കാൻ പിടിക്കാത്ത വില്ലേജ് ഓഫീസർമാരും ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ഉപരിയായിട്ട് ഈ സ്വാധീനവും പണവും അത് തന്നെയാണ് മുഖ്യ. കാശിനങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും. മുഖ്യ വിഷയം അത് തന്നെയാണ്. കാശ് കൊടുക്കണം. പിന്നെ ഇന്ന് എന്ത് കാര്യം ഒടുക്കുന്ന ദിവസം ആർക്കും അറിഞ്ഞൂടാ ഏതാന്ന്. പരിചയമില്ലാത്ത ഒരാൾ ഒടുക്കുന്ന ദിവസം ഏതാന്ന് അറിയാതെ വന്നു കഴിഞ്ഞാൽ പറയും ഇന്ന് പറ്റത്തില്ല, ഒടുക്കുന്ന ദിവസം വന്നാൽ അത് ചെയ്തു കൊടുക്കാം, വീണ്ടും പോയിട്ട് പിറ്റേന്ന് വരും. അതുപോലെ തന്നെ രാവിലെ തൊട്ട് 12 മണി വരെ ഞങ്ങളിത് സ്വീകരിക്കുള്ളൂ. അത് നിർബന്ധമായ കാര്യമാണ്. 12 മണി കഴിഞ്ഞാൽ അപേക്ഷ വാങ്ങത്തേ ഇല്ല. അത് വാങ്ങി ആ മേശപ്പുറത്ത് വെച്ചു എന്ന് വെച്ച് എന്താണ് വില്ലേജ് ഓഫീസർക്ക് സംഭവിക്കണതെന്ന് അറിയത്തില്ല. അത് അപേക്ഷ വാങ്ങുന്നത് വില്ലേജ് ഓഫീസറല്ല, അതിന് പ്രത്യേകിച്ച് ആൾക്കാരുണ്ട്. രാവിലെ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് സ്ത്രീകളാണെങ്കിലും ഓടി വന്ന് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ് വരുമ്പം 12 മണിയായിപ്പോയി. ഇനി ഈ അപേക്ഷ ഞങ്ങൾ കൈകൊണ്ട് സ്വീകരിക്കുകയില്ല, ഇനി അടുത്ത ദിവസം വരണമെന്ന് പറഞ്ഞ് തിരിച്ചു വിടും. അതുപോലെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ആരെയാണോ കാണാനിരിക്കണം, ഈ വില്ലേജ് ഓഫീസർ എവിടെ പോയെന്നോ എന്തെന്നോ അറിയാൻ കഴിയില്ല. വെയിറ്റ് ചെയ്ത് രാവിലെ വരണ ആൾ 5 മണി വരെ അവിടെ നിന്നിരുന്നാലും കൂടെ ഉള്ളവർ കളിക്കും, ചിരിക്കും, അവർ സംസാരിക്കും, ഫോണിൽ സംസാരിക്കും, വീട്ടിൽ സംസാരിക്കും, കാര്യങ്ങൾ ചെയ്യും, ഭക്ഷണം കഴിക്കും, എല്ലാം ചെയ്യും. പട്ടികൾ നിൽക്കുന്ന രീതിയിലാണ് സമൂഹം നിൽക്കുന്നത്. പട്ടികൾക്ക് പിന്നെയും വില കാണും. അതിനെ ചോദിക്കാനും പറയാനും ഇപ്പം ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൻ്റെ പുറകിലും ആൾക്കാരുണ്ട്. പക്ഷേ നായേക്കാളും അത്രയും ബുദ്ധിമുട്ടി ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനല്ല അപ്പോഴും തോന്നണത്. സത്യോട് പറഞ്ഞത് ഇദ്ദേഹം ചെയ്തെന്ന് പറയുന്ന ചെറിയൊരു കാര്യമാണ്. പെട്രോൾ ഒഴിച്ച് കത്തിക്കാനേ അല്ല തോന്നണത്. പിന്നെ നിൽക്കുന്നതിൽ ഇപ്പം ഞാൻ മാഡത്തോട് നേരത്തെ പറഞ്ഞ് ഞാൻ പിന്നെ വിശദമായിട്ട് അത് പറയണില്ല, അതിൻ്റെ പുറകെ സംസാരിക്കാൻ വയ്യ. ലൈനിലൊന്ന് അടുത്ത് ഒരു 2 ദിവസം വന്നു കഴിയുമ്പോൾ ചെറിയ പരിചയമായ ഒന്ന് ചിരിച്ചിട്ട് പറയും കണ്ടു. ഇന്ന് 2-3 ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരു വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ട് ഒരു കുട്ടി പറഞ്ഞ കാര്യമാണ്, 2-3 ദിവസമായിട്ട് വരണുണ്ടല്ലോ, എന്തിനാ വന്നത്? അത് ഇന്ന സർട്ടിഫിക്കറ്റിനാ. ലൈനിൽ നിന്ന് വരണം, പക്ഷെ എൻ്റെ അടുത്ത് ഇത് എഴുതാൻ വരുമ്പോൾ ഈ സാരിയുടെ സൈഡ് ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. മേഡം, ഇതൊക്കെ ധൈര്യമായിട്ട് ആളിന്റെ പേര് പറയാൻ ചങ്കൂറ്റ ഇല്ലാത്തവർ എന്തിനാണ് ഇങ്ങനെ പേര് പറയണല്ലോ? അത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഇത് സത്യമാണ് പറയണത്. അങ്ങനെ ആ കൊച്ചു ജീവിക്കണ്ടേ? എന്തിനാണ് ജീവിക്കുന്നത്? വർഷങ്ങൾ കഴിഞ്ഞ കാര്യം പറയാൻ പറ്റില്ല. പറഞ്ഞ് പ്രതികരിച്ചല്ലേ ഒരാൾ ജീവിതം പോയി. എന്നെ പോലെ ഒരു സ്ത്രീയാണെങ്കിൽ
അവരുടെ വയറ് നിറയോ സാർ? ഇല്ല. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മളെല്ലാം തീർത്തു കൊടുക്കോ? അവർക്ക് മാസം പ്രൊവിഷൻസ് വാങ്ങിക്കുമ്പോൾ നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുക്കോ? അവർക്ക് അത്യാവശ്യത്തിനുള്ള അവരുടെ കടം സാധനങ്ങൾക്ക് നമ്മൾ ആരെങ്കിലും തീർത്തു കൊടുക്കോ? ഇല്ല, കടം തീർക്കാൻ പറ്റില്ല. കടം തീർക്കാൻ പറ്റില്ല. അവിടെ സാംകുട്ടി പേര് പറഞ്ഞല്ലോ, ആ വില്ലേജ് ഓഫീസറുടെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ അല്ല, പേര് പറയുന്നതിലെന്താണ് കുഴപ്പം? ഒരു മിനിറ്റ്. അവര് പേര് പറയാൻ കാരണം എന്താണ്? വിഷയം ഇത്രമാത്രം ഗൗരവത്തിലായതുകൊണ്ടും ആ മനുഷ്യൻ ജയിലിലായതുകൊണ്ട് മാത്രമാണ് അല്ലെ? മറ്റുള്ളവർ ഇപ്പോഴും വലിയ വലിയ ഓഫീസർമാരായി ജീവിക്കുന്നു. എങ്ങനെ പറയും പേര്? അവർക്ക് അവരുടെ നാട്ടിൽ പോയി ജീവിക്കണ്ടേ? അടുത്ത പരാതി എന്താന്ന് കേൾക്കാം, പറയൂ. ഒരു സംഘടനയിൽ പ്രവർത്തകയാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ ഒരു പയ്യൻ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയി. അവർ ഈ വേടർ സമുദായത്തിൽപ്പെട്ട ഒരു പയ്യനാണ്. അവന് ഡിഗ്രി കഴിഞ്ഞ് PGക്ക് അഡ്മിഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അവന് ഈ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവന് അടുത്ത അഡ്മിഷൻ അങ്ങോട്ട് കിട്ടുമ്പോൾ സ്റ്റൈബൻഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആ പയ്യനോട് ഈ വില്ലേജ് ഓഫീസർ ചോദിക്കുകയാണ്, നീ വേടർ സമുദായത്തിൽ പെട്ടതാണെങ്കിൽ വേടർക്ക് തനതായ ഒരു ഭാഷയുണ്ട്, ആ ഭാഷ നീ സംസാരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇപ്പോഴത്തെ യോയോ സ്റ്റൈലിൽ നടക്കുന്ന പയ്യന്മാർക്ക് ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും ഈ വേടർ ഭാഷ എന്താണെന്നറിയാവോ? ഇത് നമ്മുടെയൊക്കെ തലമുറയ്ക്ക് എത്രയെങ്കിലും തലമുറ മുമ്പുള്ളവർ സംസാരിക്കുമായിരിക്കും. അങ്ങനെ ആ കുട്ടിയെ ഒത്തിരി പ്രാവശ്യം നടത്തിച്ച് പിന്നെ സംഘടന ഇടപെട്ടിട്ട് പിന്നെ അത് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തു. അതുപോലെ പല ജാതി സർട്ടിഫിക്കറ്റിന് ചെല്ലുന്നവരോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ജോലി ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസത്തിനകത്ത് ഹാജരാക്കണം. ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരെ 6 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. എന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞ് വന്നാൽ ഈ കുട്ടിക്ക് ജോലി കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കരുത്, ജോലി കിട്ടരുത്. ഇതാണ് ഇവരുടെ ഇത്. പിന്നെ പ്രീത ചേച്ചി പറഞ്ഞതുപോലെ ഈ ഇങ്ങനെ നിൽക്കുന്നത്, ഇതിപ്പോ ഈ ജാതി സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. എന്നാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്? എത്ര ദിവസം കൊടുക്കണം? നിയമങ്ങളുണ്ട്. ഇത് വളരെ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് പകരം ഓഫ്ലൈനിൽ കൊണ്ടുപോകും. അപ്പോഴാണ് അവിടെ വില്ലേജ് ഓഫീസർക്ക് വരെ വട്ടം കറക്കാനുള്ള അവസരം കൊടുക്കുന്നത്. അപ്പൊ ഈ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ? മനഃപൂർവ്വം പോകുന്നതല്ലോ. അറിഞ്ഞുകൂടാത്തത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അതാണ് ആ ഉദ്യോഗസ്ഥന്റെ ഫ്രണ്ടിൽ തന്നെ ഓൺലൈനിലാണ്. അക്ഷയ സെന്ററിലുണ്ട്. അക്ഷയയിലും വില്ലേജ് ഓഫീസിലും സ്ത്രീകളെ പുരുഷന്മാരെ ഓട്ടിച്ചോണ്ടിരിക്കുക. അക്ഷയയിൽ ചെന്ന് എല്ലാം ഓൺലൈനിൽ ശരിയാക്കിയിട്ട് വില്ലേജ് ഓഫീസിൽ ഇന്ന ദിവസം എന്ന് പറയും ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പറയും അവിടെ എന്തോ ഒന്ന് ക്ലിയർ ആയില്ല, നിങ്ങൾ അവിടെ പോയിട്ടാന്ന് പറയും. വീണ്ടും ഇവർ അക്ഷയയിൽ വരും. അവിടെ നിന്ന് നേരെ വില്ലേജ് ഓഫീസിൽ ഒട്ടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ചോണ്ടിരിക്കുക, എന്നിട്ട് ചിരിക്കും. അതെ, ഒന്നാമത്തെ കാര്യം അക്ഷയ ഒരു സ്വകാര്യ സംവിധാനമാണ്, ഒരു സർക്കാർ സംവിധാനമല്ല. അവിടെ നമുക്ക് അവരെ ന്യായം പറയാനോ മര്യാദ പഠിപ്പിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ സർക്കാരിന്റെ ഇപ്പൊ അക്ഷയ ചെന്നിട്ട് തന്നെ അവർ പറയുന്നത് എന്താണെന്നറിയോ? ഇതിപ്പോ നമ്മൾ അയക്കുമ്പോഴേക്കും സമയം എടുക്കും, നിങ്ങളൊന്ന് നേരിട്ട് നോക്കോളെ. പിന്നെ നമ്മൾ ആദ്യം നേരിട്ട് വില്ലേജ് പോയാൽ പറയും. അക്ഷയ സംവിധാനം തന്നെ അവിടെ ഇരിക്കുന്ന DTP ഓപ്പറേറ്ററാണ് ഇരിക്കുന്നത്. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്തൊക്കെയാണ് സ്കാൻ ചെയ്ത് അയക്കേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ട്രെയിനിങ്ങും കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് പെട്ടെന്ന് അക്ഷയ കൊണ്ടുപോകാൻ പറയുന്നു. ഈ പറഞ്ഞ വേടൻ സമുദായത്തിലെ സർട്ടിഫിക്കറ്റ് വളരെ സങ്കീർണമായ സർട്ടിഫിക്കറ്റിലാണ്. അതൊക്കെ എന്ന് വെച്ചാൽ ജോലി കിട്ടേണ്ടതാണ്. ജോലി അബദ്ധത്തിൽ സർട്ടിഫിക്കറ്റ് തെറ്റായി കൊടുത്തു പോയാൽ ഈ കൊടുത്തയാളുടെ ജോലി പോകുന്നതാണ്. അപ്പോൾ പിതാവിൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം. അതിനകത്ത് വേടൻ ഏതെങ്കിലും അന്യ സംസ്ഥാനത്തുള്ള ആളാണ്. ധാരാളം കടമ്പ കിടക്കാറുണ്ട്. പക്ഷേ റെക്കോർഡുകളൊക്കെ ഓൺലൈൻ വഴി പക്കയായി ലഭിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ 1 മിനിറ്റ് മതി. പൊതു ചർച്ചയിൽ വില്ലേജ് ഓഫീസിനെ കുറിച്ചും പഞ്ചായത്ത് ഓഫീസിനെ കുറിച്ചും ഒക്കെ അഴിമതിക്കെതിരെ വാഗ്വാദം, വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നടത്തുന്നവർ പോലും സ്വന്തം കാര്യം നടത്താൻ വേണ്ടി പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പോകും. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അതായത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഇത്തരം വേദികൾ വന്നിരുന്ന അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ആളുകൾ പോലും സ്വന്തം കാര്യം നടത്തുന്നതിലേക്ക് വേണ്ടി അവിടെ പോയി സംതിങ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെയാണ് ഈ അഴിമതി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും നമുക്ക് കിട്ടേണ്ട ന്യായമായ നീതി അവിടെ നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് സമീപിക്കേണ്ട ഫോറങ്ങൾ ആരും സമീപിക്കുന്നില്ല. മേഡം ഉണ്ണിച്ചെറിയാൻ തന്നെ അദ്ദേഹത്തിന്റെ വളരെ അപ്രായോഗികമായ ഒരു കാര്യമായി ഇപ്പൊ ഈ പറഞ്ഞത്. ഒരു കൈക്കൂലി, ഞാൻ പറയാം, ഒരു നിയമം ഇവിടെ ഉണ്ട്. കൈക്കൂലി കൊടുക്കുന്നവർക്കും എതിരെ കേസ് എടുക്കണമെന്നുള്ളത്. പക്ഷെ അതിനകത്ത് സ്വാഭാവികമായി ഈ കൈക്കൂലി കൊടുക്കുന്നവരെ പിടിച്ചു കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല. അങ്ങനെ വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും ജ്വല്ലറിയിൽ പോയാൽ, ഒരു ജ്വല്ലറിയിൽ പോയാൽ നിങ്ങൾ എല്ലാവരും പറയും ബില്ല് വേണ്ട എന്നല്ലേ പറയുള്ളൂ. ഒരു അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നതാണ് സമൂഹം. ഇവിടെ അഴിമതി എസ്റ്റാബ്ലിഷ്ഡായി. നമ്മൾ മനസ്സിലാക്കണം, അഴിമതി എസ്റ്റാബ്ലിഷ്ഡായി പോയി. അത് വലിയ പ്രശ്നമാണ്, സമൂഹത്തിന് വലിയൊരു പ്രശ്നമാണ്. എസ്റ്റാബ്ലിഷ്ഡായ അഴിമതിയാണ്, അതിൻ്റെ ഭീകര രൂപമാണ് ഈ വില്ലേജ് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ പോലെയുള്ള സാധാരണ ഓഫീസുകൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസർമാരെ അഴിമതിയുടെ അംബാസഡർമാരായി കാണേണ്ട കാര്യമൊന്നുമില്ല, യഥാർത്ഥത്തിലില്ല.
ഈ അവിടെ കൂടുതൽ ജനങ്ങൾ പോകുന്നു, കൂടുതൽ ആൾക്കാർ പോകുന്നു. അപ്പോൾ അവിടെ കൂടുതലായി സ്വാഭാവികമായി ഈ പ്രശ്നങ്ങൾ ഉയരുന്നു. ഇതിനേക്കാളും നമ്മളറിയാമല്ലോ ഈ പറയുന്ന പിന്നെ കമ്മീഷൻ വെച്ച് നടത്തുന്ന റോഡ് പണികൾ പെർസെൻറ്റേജ് മാർച്ച് മാസത്തിൽ ഓരോ ഓഫീസുകളിലും ഓരോ ഉദ്യോഗസ്ഥന്മാരെയും പോക്കറ്റിൽ പോകുന്ന കോടികളും ലക്ഷങ്ങളും നമ്മൾ അറിയണം. നമുക്കറിയില്ല, അഴിമതിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ മാഡം ഒരു കാര്യം പറഞ്ഞായിരുന്നു, 3 ദിവസത്തിനുള്ളിൽ വേണ്ട ഒരു സർട്ടിഫിക്കറ്റിന് ചെന്ന് കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറയുന്നു. 3 ദിവസത്തിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലി വാങ്ങേണ്ടതിൻ്റെ ആവശ്യകതയാണ് അയാളെ ചിലപ്പം 100-200 രൂപ കൈക്കൂലി കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് അങ്ങനെ അയാൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ. പക്ഷേ കൈക്കൂലി വാങ്ങുന്നത് സമൂഹത്തിൽ വ്യാപകമായി അംഗീകരിക്കപ്പെടുകയും ഒരാൾ കൈക്കൂലി വാങ്ങിയാലാത്ത ഒരു വില്ലേജ് ഓഫീസറെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? ഒരു കഴിവുമില്ലാത്ത, യാതൊരു കഴിവില്ലാത്ത ഒരു മണ്ട ചിരോമണി, 10 പൈസ ഉണ്ടാക്കേണ്ട സമയത്ത് അതുണ്ടാക്കാതെ വേദാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ട ചിരോമണി. അതാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയും നേടിയെടുക്കാൻ പറ്റുന്ന നേടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭരണകൂടങ്ങൾ അവനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. ഇത്തരം ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ പറ്റൂ. പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ സംവിധാനമാണ് മാറേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അതായത് ഇത് ഒരു സാമൂഹിക പ്രശ്നമാണ്, ഇത് സാംകുട്ടിയുടെ പ്രശ്നമല്ല. അല്ലെ ഏതെങ്കിലും, എന്തുകൊണ്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലുള്ള അഴിമതിയെക്കുറിച്ച് പരാതിപ്പെടാത്തത്? പരാതിപ്പെടുന്നത് പിന്നെ കാണിയല്ല. ഇപ്പോൾ ഈ സാംകുട്ടിയുടെ പ്രശ്നം നടന്നിട്ട് 2 മാസമായി. എവിടെയാണ് ഇപ്പോൾ ആ വിഷയം നിൽക്കുന്നത്? വലിയ മാധ്യമങ്ങളൊക്കെ വലുതായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്, ചാനലിൽ തന്നെ ഇത് ഡെയിലി വിഷയമാണ്. എവിടെ നിൽക്കുന്നു ആ വിഷയം ഇപ്പോഴും? അദ്ദേഹം അകത്തായത് തന്നെ അവിടെ. അദ്ദേഹം അകത്തായി, അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു, അതുകൊണ്ട് അകത്തായി. ഇത്രയും ചർവില ചരണം ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം, ഇത് ഇത്രയും അതിന് പ്രേരിപ്പിച്ച ഓഫീസർ വളരെ സേഫ് ആയിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അവിടെ എത്തി നിൽക്കുന്നു. അത് അല്ല, സാംകുട്ടിയുടെ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടില്ല. ഈ ഇത്രയും ഒരു കാര്യം ആലോചിക്കേണ്ട ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു ജോലിയുടെ കാര്യം അവർ പറഞ്ഞു. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ജോലി കിട്ടില്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലി പോകുന്ന കാര്യമാണ്. വില്ലേജ് ഓഫീസർക്ക് വേണ്ടത് 250 രൂപ 500 രൂപയായിരിക്കാം. ഞാനൊരു 500 രൂപയല്ലേ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എന്തൊരു വലിയ ക്രൈമാണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഇതിന്റെ റിസൾട്ട് എവിടെയാണ്? ഇപ്പൊ സാംകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. ഇവരെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു അതെന്ന് ആലോചിക്കണം. ഒരു മനുഷ്യൻ ജയിലിലായി, ആ കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടു, കേസുകളായി, പിന്നെ ആ വില്ലേജ് ഓഫീസിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാർക്ക് അയാൾക്കുൾപ്പെടെ പരിക്കേറ്റു. എന്തൊക്കെ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ ഇദ്ദേഹം പറഞ്ഞ ഈ ഉണ്ണിച്ചെറിയാൻ പറഞ്ഞ വേറൊരു വിഷയമുണ്ട്. അദ്ദേഹത്തിന് പോക്കുവരവ് 30 ദിവസം എന്നുള്ള വിഷയമുണ്ടല്ലോ, സീനിയോറിറ്റി കഴിഞ്ഞ് വില്ലേജ് ഓഫീസർ ചെയ്ത് കൊടുത്തു എന്ന്. അവിടെ പോക്കുവരവിന്റെ രജിസ്റ്ററിന്റെ ഒരു കോപ്പി വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ട് ഈ വില്ലേജ് ഓഫീസർ ക്രമം വിട്ട് പോക്കുവരവ് ചെയ്തു കൊടുത്തു എന്നൊരു പെറ്റീഷൻ വിജിലൻസിൽ കൊടുത്താൽ അയാൾ ആയുസിൽ ആരോടും അത് കാണിക്കില്ല. അതിന്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. 20 ദിവസത്തിനകത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞ PSC ആയിരുന്നാലും അവരും അത് തെറ്റാണ് കാണിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് കൊടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് മാന്യമായൊരു സമയം കൊടുക്കണം. ചിലപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിന്റെ ഈ കുട്ടിയുടെ അച്ഛൻ താമസിക്കുന്നത് വേറെ അന്യ വില്ലേജിലായിരിക്കും, അവിടെ ഒരു കത്തയക്കേണ്ട സമയം കൊടുക്കണം. അതൊക്കെ വളരെ സീരിയസ് ആയ ഇഷ്യൂസാണ്. നമ്മളല്ലേ PSC പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എനിക്കറിയാം, ഞാൻ വില്ലേജ് ഓഫീസർ ആയിരുന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസറാണെന്ന് വെളിയിൽ പറയാൻ മടിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസറാണെന്ന് ആൾക്കാർ ഞാൻ നോക്കും, ഒരു അത്ഭുതത്തോട് നോക്കും. ഞാൻ വില്ലേജ് ഓഫീസറാണെന്ന് പലപ്പോഴും പറയാറില്ല. നമുക്കറിയാം, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം, പ്രോപ്പറായ അന്വേഷണം നടത്തണം. PSCക്ക് നാളെ വേണമെന്ന് പറയും. ഞാൻ PSC ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്? ഒരു സർട്ടിഫിക്കറ്റ് നാളെ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടുന്ന് കൊടുക്കും? ഇതൊരു ഒരു പച്ചക്കറി വാങ്ങിക്കുമ്പോൾ സാധനം എടുത്ത് കൊടുക്കുന്ന സാധനമല്ല. ഇത് പ്രോപ്പറായ അന്വേഷണം നടത്തി അതിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി കൊടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സർട്ടിഫിക്കറ്റ്. അതൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ സിസ്റ്റത്തിന്റെ കുഴപ്പം, അതിനൊത്തൊരു മാറ്റം ഉണ്ടായാലും മാറും. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറയുമ്പോൾ വളരെ പവർഫുൾ പ്രൊഫഷനാണത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു കളക്ടറുടെ ഒരു പരിവേഷം ഇല്ല എങ്കിൽ കൂടെ എല്ലാ ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു ഓഫീസാണത്. പക്ഷേ ഈ എത്രത്തോളം അധ്വാനിക്കുന്നു അത്രത്തോളം ഉള്ളൊരു എന്താ പറയാ സാമ്പത്തികം അല്ലെങ്കിൽ ശമ്പളം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണോ ഈ? അത് എല്ലാ കാലത്തും അത് ശമ്പളമല്ല, അത് എത്ര കിട്ടിയാലും പോരെന്ന് പറയാം. അതല്ല മാഡം വിഷയം. പിന്നെ കാരണം ഈ വില്ലേജ് ഓഫീസർമാരെ ആദ്യം പരിശീലിപ്പിക്കേണ്ടത് ഇവരുടെ പ്രഥമ കർത്തവ്യം ഓഫീസിൽ വരുന്ന അപേക്ഷകരെ എങ്ങനെ പരിഗണിക്കണം. പരിശീലിപ്പിക്കേണ്ടത് പൊതുജനം. റിപ്പോർട്ട് കൊടുക്കണം, ബാക്കി എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ജോലിയുടെ 3ഓ 4ഓ ഘട്ടം കഴിഞ്ഞുള്ള ഒരു ഭാഗമാണ് സർട്ടിഫിക്കറ്റ് വിതരണം, ജനങ്ങളെ സേവിക്കലും. അതാണ് മാറേണ്ടത്. ഒരു വില്ലേജ് ഓഫീസർ ഇപ്പം അയാളുടെ ചുമതലകൾ എന്ന് പറയും ഇലക്ഷൻ മുതൽ പ്രകൃതി ദുരന്തങ്ങൾ,
കടൽ ചുരുക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അയാൾ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുവാൻ ഒരു സ്കെൽറ്റൻ പാറ്റേൺ മാത്രമാണുള്ളത്, സ്റ്റാഫ് പാറ്റേൺ. വെറും 5 പേര്, വെറും 5 പേരാണ്. ഒരു ദിവസം ഒരു വില്ലേജ് ഓഫീസിൽ മിനിമം 60 പേര് വരികയാണെന്ന് വെക്കട്ടെ. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരാളിനോട് 5 മിനിറ്റ് എടുക്കുകയാണ് എങ്കിൽ എത്ര മണിക്കൂർ വേണം ഒരു ദിവസം ഈ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടി മാത്രം? അപ്പോൾ ഈ സംവിധാനത്തിൽ സ്റ്റാഫുകളെ കൂടുതൽ കൊടുക്കണം, ജോലിഭാരം കുറയ്ക്കണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ കൂടുതൽ ക്യൂ വരുമ്പോഴാണ് കൂടുതൽ അഴിമതിക്ക് കളമൊരുങ്ങുന്നത്. അപ്പോൾ ആ സിസ്റ്റം മാറണം. ഇത് അടിമുടി ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ പോലുള്ള അഴിമതിയൊന്നും അവിടെ ഇല്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ തണ്ടപ്പേര് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വില്ലേജ് ഓഫീസിൽ. അതിനകത്താണ് ഇതിന്റെ ഈ ഭൂമിയുടെ സർവ്വ കണക്കും ഇരിക്കുന്നത്. അതിന് കോപ്പി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ണിച്ചെറിയാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 30 വർഷത്തിന് മുമ്പുള്ള സംഭവം. ഈ തണ്ടപ്പേരുണ്ടെങ്കിൽ ഇപ്പൊ ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കും. ഒന്നും ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെല്ലുമ്പോൾ ആ ബുക്കാണ് എടുത്തവര്. സാർ, ഇപ്പോഴും നഗരത്തിൽ ഡിജിറ്റലൈസ് ആവാത്ത ഓഫീസുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വേറൊരു കാര്യം, നമ്മളിപ്പോ ഇതെല്ലാം ഓൺലൈൻ ആക്കി എന്ന് പറയുമ്പോൾ പലരും പറയും ഇത് ഞങ്ങൾ എങ്ങനെയാണ് അക്ഷയ സെന്ററിൽ പോകും, എങ്ങനെയാണ്? ഞാൻ പറയുന്നത് അപ്പൊ ഈ തണ്ടപ്പേര് രജിസ്റ്ററിൽ നോക്കിയിട്ട് ഇതാണ് ഇതിന്റെ നമ്മുടെ ജാതകം. അതാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ബോംബാക്രമണമൊന്നും വേണ്ട, നല്ലൊരു മഴ വന്നാൽ ഇത് ഒലിച്ചു പോകും. അപ്പൊ ഈ കെട്ടിടങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ള ആലോചന. ഈ പുസ്തകത്തൊക്കെ നമ്മളിങ്ങനെ വളരെ ബഹുമാനപൂർവ്വം പോയി ഇങ്ങനെ തൊഴുതു നിൽക്കണം. കാരണം ഒരു കടലാസിന്റെ ഒരു കാലാവധി ഉണ്ടല്ലോ, അതുപോലും കഴിഞ്ഞതാണ് മിക്കവാറും. അപ്പോൾ അവരിങ്ങനെ വളരെ സൂക്ഷിച്ചൊക്കെ ഇപ്പോഴും, അതായത് എനിക്കറിയില്ല, ഞാൻ കരടയ്ക്കുമ്പോൾ ഇത്തവണ കരടയ്ക്കുമ്പോൾ ആ പുസ്തകം തന്നെ തുറന്നു നോക്കി അതിനകത്ത് പറഞ്ഞു എഴുതിയത്. അല്ല, ഞാനും കരമടയ്ക്കാൻ ചെന്നപ്പോ ഈ പറയുന്ന പുസ്തകം തന്നെയാണ് ഞാനും കണ്ടത്. സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ ആളുകൾ മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. ഒരു അക്ഷയ സെന്ററിൽ പോകുന്നില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മറ്റ് സംവിധാനങ്ങളോ ഉള്ള അയൽ വീടുകളിൽ പോയി നമുക്കിത് സ്വന്തമായി ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ അതിന് മെനക്കെടാതെ അതും ഇപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. സാർ എവിടെയാ സാർ ജീവിക്കുന്നത്? ഞങ്ങൾ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് സിറ്റിയിലാണ്. സാർ ഇവിടെ തന്നെ അല്ലേ? രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായിട്ട് പോക്കുവരവ് പോലും ഇപ്പോൾ ഓൺലൈനായി ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ആളുകൾക്ക് പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റ് ഈ ഓൺലൈൻ പോക്കുവരവ് സംവിധാനം കൊണ്ടുവന്നു. അതിന്റെ ബെറ്റർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും പറയാം. ഈ ശ്രീകാര്യം വില്ലേജ് ഓഫീസിൽ അതിന്റെ സോഫ്റ്റ്വെയർ ഒന്നും ആയില്ല, കുറച്ച് പേരെ ട്രെയിനിങ് കൊടുത്തു. ആദ്യം കൊണ്ടുകൊടുത്തു ലാപ്ടോപ്പും ഒരു പ്രിന്ററും കൊണ്ടുകൊടുത്തു. അപ്പോൾ പ്രിന്റർ കുറച്ച് സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് പ്രിന്റർ വെച്ചിട്ട് അദ്ദേഹം വേറെ കുറച്ച് കോപ്പി എടുത്തു. പ്രിന്ററിന്റെ കാർട്രിഡ്ജ് തീർന്നുപോയി. അദ്ദേഹം ഈ കാർട്രിഡ്ജും കൊണ്ട് കടയിൽ പോയി ഈ കാർട്രിഡ്ജ് അത് മാറ്റി കിട്ടുമോ? അവൾ പറയുന്നത് 6 മാസം മുമ്പേ ബിസിനസ്സിന് പോയ സാധനമാണ്, ഇത് ഔട്ട്ഡേറ്റഡ് ആണ്. 3600 3700 രൂപ കൊടുത്ത് ഈ പറയുന്ന ഈ ഓൺലൈൻ പോക്ക് ഒരു സംവിധാനം കൊണ്ടുവന്ന കക്ഷികൾ വാങ്ങിച്ചു വെച്ച കാർട്രിഡ്ജിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് മുകളിൽ എന്ന് വെച്ചാൽ ആദ്യം പിന്നെ ഹാർഡ്വെയർ പർച്ചേസ് ചെയ്യുക, സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാതെ. അതിനകത്തൊക്കെ കമ്മീഷനാണ് പ്രശ്നം. ഇവിടെ ഞാൻ പറഞ്ഞ വില്ലേജ് ഓഫീസർമാരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ബോൾട്ടായിട്ടുള്ള അഴിമതി താഴോട്ട് എങ്ങനെ പകരുന്നുണ്ട് ബെറ്റർ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ കേരളം മൊത്തം ലാപ്ടോപ്പുകളും ഇതുപോലത്തെ കാർട്രിഡ്ജുകളും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത കാർട്രിഡ്ജുകളും കെൽട്രോണിനെ കൊണ്ടുമൊക്കെ വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ട്. IT മിഷൻ ഡിപ്പാർട്ട്മെന്റ് വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടി സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാതെ ഹാർഡ്വെയർ പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കും. വില്ലേജ് ഓഫീസർ വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുമോ? അടുത്ത സോഫ്റ്റ്വെയർ വരുമ്പോൾ ഈ സാധനം ചീത്തായിരിക്കും. ഇതാണ് ഈ സിസ്റ്റം. മോളിനെ താഴോട്ട് അഴിമതി താഴോട്ട് പോകുന്നതിന്റെ വിഷയമാണ് നമുക്ക് പിന്നെ പുഷ്പമ്മയോട് ചോദിക്കാം, എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ ജയിലിൽ പോയപ്പോഴത്തേന് എങ്ങനെയുണ്ട് ഇറക്കുന്ന കാര്യം അന്നേരം ഞാൻ പറഞ്ഞിങ്ങനെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് കൊടുത്തിട്ടുണ്ട്, വിഷമിക്കേണ്ട ഇറക്കാം. അന്നേരം പറഞ്ഞു എന്നെ ഇറക്കുന്നതിനേക്കാളും എൻ്റെ വസ്തു എനിക്ക് തിരിച്ചു കിട്ടണം, എന്നാലേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എനിക്ക് ഇറങ്ങാൻ വലിയ താല്പര്യമില്ല, ഞാൻ എൻ്റെ വസ്തുവിന് വേണ്ടിയാണ് ഇത്രയും കഷ്ടം അനുഭവിച്ചത്, അതെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. മേഡം, ആ കേസിലെ അഡീഷണൽ തഹസിൽദാർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന കാര്യമാണ് അറിയേണ്ടത്. 5 വർഷമായിട്ടും സർവേയറുടെ റിപ്പോർട്ട് വെച്ച് അഡീഷണൽ തഹസിൽദാർ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ്. എന്താണ് അതിന് കഴിയാത്തത്? ആ രീതിയിൽ സാംകുട്ടി പറയുന്നത് ഞാൻ അകത്ത് കടന്നാലും വേണ്ടില്ല, അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി തിരിച്ചു കിട്ടുകയും കടം തീർക്കുകയുമാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്നാണ് അദ്ദേഹം. സ്വന്തം ജീവിതം കൊടുത്തിട്ടാണ്
അദ്ദേഹത്തിന്റെ അവകാശം നേടാൻ, അത് അദ്ദേഹത്തിന്റെ അവകാശമാണത് അതെ. അല്ലെ? അതാണ് നിഷേധിക്കപ്പെടുന്നത്. എനിക്ക് ലൈസൻസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത് മേലുദ്യോഗസ്ഥരുമായിട്ടാണ്. എനിക്ക് പബ്ലിക്കായിട്ട് ഒരു ഇതുണ്ടായില്ല. ഇനി ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വരാത്ത രീതിയിലുള്ള ഒരു അന്വേഷണം. എൻ്റെ നാട്ടിലെ വില്ലേജ് ഓഫീസർ കാരണം ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റാതെ ഡിപ്ലോമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പപ്പ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞങ്ങളതിനെ ന്യായീകരിക്കുന്നില്ല, ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ചെയ്തതെന്ന് പൊതുജനം അറിയണം. ഇത് കിട്ടിയാൽ മാത്രമേ ചെയ്യൂ എന്നുള്ള വില്ലേജ് ഓഫീസർമാരെ നിയമത്തിന്റെ മുമ്പിൽ അല്പം മെനക്കെട്ടായാലും കൊണ്ടുവരേണ്ടതല്ലേ? ഒരു താഴെ തട്ടിൽ നിന്നല്ല അഴിമതി ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം ആരംഭിക്കേണ്ടത്, അത് മുകളിൽ നിന്ന്. ഒരു ഭരണകൂടത്തിന് അഴിമതിയോട് താല്പര്യമില്ലാത്തൊരു ജനസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള അവസരമുണ്ട് നമുക്കിവിടെ. ഈ കൈക്കൂലിക്കാരൊക്കെ അടിസ്ഥാനപരമായി വളരെ ഭീരുക്കളാണ്. ഇയാൾ ഒരു പരാതി കൊടുത്താൽ ബാക്കി വില്ലേജ് ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ ഇയാൾ നീട്ടി നിന്ന് അയാളുടെ കാര്യം ചെയ്തു കൊടുക്കും. ഇങ്ങനെ മനോഭാവം മാറണം എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഉദ്യോഗസ്ഥന്മാർ. സമൂഹം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെയാണ്. കൈക്കൂലി എങ്ങനെയെങ്കിലും സാധനം ഒരു പേപ്പർ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയുള്ളൂ. നമുക്ക് ഈ സംവിധാനത്തിലൊരു മാറ്റം ഉണ്ടാകുവാൻ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് വേണം. അതിപ്പോൾ നടക്കും എന്നാണ് നമ്മുടെ